ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ സമയം 6 മണി കഴിഞ്ഞു രാവിലെ. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു എൻ്റെ വർക്കിംഗ് ഡേയിൽ എങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി പഠിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു റിവിഷൻ ടൈമായിട്ടാണ് ഞാനൊരു 1 അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ റിവിഷൻ ചെയ്തത് മാത്സ് സബ്ജക്റ്റാണ്. മാത്സിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ മാർക്കിങ്ങുകളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീക്കായിട്ട് തോന്നിയ ഓരോ ഏരിയാസ് അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കി. മാത്സിൽ ഏതൊരാൾക്കും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ കഴിയുന്ന ആർക്കാണെങ്കിലും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രയ്ക്ക് പഠിക്കണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ വീക്ക് പോർഷൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും പഠിച്ച കാര്യങ്ങളൊന്ന് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഡെയിലി റിവിഷൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയും അതുപോലെ പെട്ടെന്ന് നമുക്ക് ഒരു കട്ട് ഓഫ് മാർക്കിൽ എത്താൻ കഴിയുന്നതായിട്ട് ടോപ്പിക്സാണ് നമ്മുടെ സബ്ജക്റ്റുകളാണ് നമ്മുടെ മാത്സും ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഞാൻ ആദ്യം മാത്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷും മലയാളവും ഞാൻ നോക്കുന്നുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഒരു ബിഗിനർ ആണെങ്കിൽ കൂടിയും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയായ മാത്സും മലയാളം ഇംഗ്ലീഷും ഫസ്റ്റ് പഠിച്ച് മാറ്റുക എന്നുള്ളതാണ്. അതിൽ തന്നെ മാത്സിൽ നമുക്ക് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് കവർ ചെയ്യാനായിട്ട് നോക്കിയാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ ആ ഒരു ടൈം ടേബിൾ പ്രകാരം ആ ടോപ്പിക്സിനെ തിരിച്ച് ആ ഒരു സബ്ജക്റ്റ് വൈസായി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ടോപ്പിക്സ് പെട്ടെന്ന് പഠിച്ച് മാറ്റുക. അല്ലാത്തതിന് കൂടുതൽ സമയം കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ശേഷം ഞാൻ മാത്സ് റിവിഷന് ശേഷം ചെയ്യുന്നത് ടെലിഗ്രാം ചാനലുകളിലുള്ള നോട്ട്സുകൾ അവർ PDF അയക്കുന്നതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ചെറിയ മോക്ക് ടെസ്റ്റൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുന്നത് വല്ലപ്പോഴും ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ബ്രേക്ക് ടൈമിൽ നമുക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ടാകും. അപ്പോൾ കൂടുതലും ബ്രേക്ക് ടൈം എടുക്കുമ്പോഴും എനിക്ക് അങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് എല്ലാം ഓണാക്കിയിട്ടിട്ട് അത് കേൾക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ യൂട്യൂബിൽ തന്നെയുള്ള മറ്റുള്ളവരുടെ സക്സസ് സ്റ്റോറീസ് കേൾക്കുക എന്നുള്ളത് അത് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. നമുക്കത് പഠിക്കാനൊരു താല്പര്യം, മറ്റൊരാൾ നമുക്കൊപ്പം പഠിക്കുന്നു, അവർ പഠിച്ചത് ഇങ്ങനെയെല്ലാം ആണ് എന്ന് കേൾക്കുമ്പോൾ നമുക്കും അതുപോലെ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്ന ടിപ്സുകളൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളൊരു തോട്ട് നമുക്ക് അപ്പോഴത് കേൾക്കുമ്പോൾ ഉണ്ടാവും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മറ്റൊരാളുടെ ചില ചെറിയ പോയിൻറ്റുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നതും നമുക്കൊരു മോട്ടിവേഷൻ തരുന്നതും മുന്നോട്ട് നമ്മളെ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നിങ്ങളത് ഫോളോ ചെയ്യുക. എന്ന് കരുതി നമ്മൾ ഫോറെവർ അത് ആ ഒരു വീഡിയോസ് സക്സസ് സ്റ്റോറീസ് കണ്ട് മോട്ടിവേറ്റഡ് ആകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഒരു ചായ ഇട്ട് കുടിച്ചു. വീട്ടിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതിന് ശേഷം എനിക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം രാവിലെയാണ് ഒരു 1 അവറെങ്കിലും മാക്സിമം പഠിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. പിന്നീട് വർക്കിന് ശേഷം മിക്കവാറും സമയം കുറവായിരിക്കും. പിന്നെ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കും. പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടമ്മമാരാണെങ്കിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ പോയിൻ്റ്, അതായത് പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് നമുക്ക് കിട്ടിയാലും അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം തന്നെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ കിട്ടുന്ന മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക.
ചെറിയൊരു ടൈമാണെങ്കിൽ കൂടി ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുമ്പോൾ അത് തന്നെ പഠിക്കുക. ചെറിയ നോട്ടുകൾ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഒരു ദിവസം പഠിച്ച 10 പോയിൻ്റ് ആണെങ്കിൽ കൂടി അതൊന്ന് റിവൈസ് ചെയ്ത് നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പഠിച്ചതിനൊരു ഉപകാരം ഉണ്ടാകുന്നത്. അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ വായിച്ച് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനുശേഷം ഞാൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ വർക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ ഒരു റിലാക്സേഷൻ പോലെ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ നല്ല ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും എനിക്ക്, അല്ലെങ്കിൽ വീണ്ടും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓരോ ടെസ്റ്റുകൾ നടത്തുമ്പോഴും എക്സാം എഴുതുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ നമുക്ക് എന്തുമാത്രമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്, ഏതൊക്കെ പോർഷൻസിന് കവർ ചെയ്യണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്നുള്ളത്. പിന്നീട് ഞാൻ ഇംഗ്ലീഷ് റിവിഷനാണ് നടത്തിയത്. ഒരു ഈവനിങ് ടൈമിൽ ഇംഗ്ലീഷ് റിവിഷൻ നടത്തി. ഇംഗ്ലീഷ് റിവിഷൻ എന്ന് വെച്ചാൽ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ നോട്ട്സ് എല്ലാം കൂടി ഒന്ന് കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുകയാണ് ചെയ്തത്. കാരണം നമുക്കതെല്ലാം ഓർമ്മയുണ്ടോ എന്ന് നോക്കാനായിട്ട് ആ ഒരു ടോപ്പിക്കുകളെല്ലാം ഇംഗ്ലീഷ് റിവിഷനായിട്ട് നടത്തി. പിന്നെ വൈകുന്നേരം നൈറ്റ് എനിക്ക് കുറച്ച് സമയം കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ട്, അത് വലിയ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വർക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമെന്ന് പറയുമ്പോൾ എനിക്ക് മാക്സിമം ഒരു കുറേ സമയത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗുഡ് നൈറ്റ്.